തദ്ദേശ സ്ഥാപനങ്ങൾക്കും സഹകരണ വകുപ്പിനും കീഴിൽ വെറുതെ കിടക്കുന്ന ഭൂമി വ്യവസായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി രാജീവ്. സിഡ്കോയുടെ കേരളത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്റർ കോട്ടയം ഏറ്റുമാനൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങൾക്കും സഹകരണ വകുപ്പിനും കീഴിൽ വെറുതെ കിടക്കുന്ന ഭൂമി വ്യവസായ ആവശ്യങ്ങൾക്ക് വികസിപ്പിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ നൽകുന്ന കാര്യം വ്യവസായ വകുപ്പ് ഗൗരവമായി പരിഗണിച്ചു വരികയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ചെറുകിട സംരംഭകർക്ക് മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉറപ്പാക്കാൻ ഫെസിലിറ്റേഷൻ സെന്റർ വഴി സാധിക്കും. ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളും ഈ കേന്ദ്രം വഴി സംരംഭകർക്ക് എത്തിച്ചു നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ തുടർച്ചയായി സിഡ്കോ ലാഭത്തിലേക്ക് എത്തി, തുടർച്ചയായ നഷ്ടം വരുമെന്ന് തുടർച്ചയായ ലാഭത്തിലേക്ക് എത്തി. സിഡ്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളൊന്ന് നമ്മുടെ MSMEകൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് MSMEക്ക് സ്ഥലം കൊടുക്കൽ മാത്രമല്ല, അസംസ്കൃത വസ്തു കുറഞ്ഞ വിലയ്ക്ക് കിട്ടണമെങ്കിൽ കോമൺ പ്രൊക്യൂർമെൻ്റ് ആയിട്ട് ഒന്നിച്ച് സംഭരിക്കുമ്പോൾ വില കുറവിൽ എല്ലാ സ്ഥാപനങ്ങളും കൊടുക്കാൻ കഴിയും. 2, മാർക്കറ്റിങ്ങിൻ്റെ പൊതുവായ പ്ലാറ്റ്ഫോം നൽകുക. 3, CFCകൾ, കോമൺ ഫെസിലിറ്റി സെൻറ്റർ. അപ്പോൾ അതുവഴി പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും. ഇതെല്ലാം സിഡ്കോയുടെ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. ചടങ്ങിൽ BN വാസവൻ അധ്യക്ഷനായി. ഏറ്റുമാനൂരിലെ വ്യവസായ പാർക്കിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. യോഗത്തിൽ K. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.